ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് കുറിലോസ് പിതാവിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു കഥ കേൾക്കുന്നത്. സമ്മാനം തരുന്നവനെ തന്നെ സമ്മാനമായി നേടണം എന്നുള്ള ഒരു ദൃഢമായ നിശ്ചയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കുറിലോസ് പിതാവിന് ഒരു നല്ല കയ്യടി കൊടുക്കും. ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും ശക്തമായ സന്ദേശമാണ്. അതിൻ്റെ മുകളിൽ ഒരു സന്ദേശമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ചങ്ങനാശ്ശേരി തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നമ്മുടെ തറയിൽ പിതാവിനെ പരിചയപ്പെടുന്നത്. ഞങ്ങളവിടെ ജീസസ് യൂത്തിൻ്റെ ഒരു പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ച് കണ്ടു. ഞാൻ സത്യത്തിൽ തോമസ് തറയിൽ പിതാവിനെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ലോകത്ത് ഇത്ര സുന്ദരനായ ഒരു ബിഷപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ആ സൗന്ദര്യം കയ്യിൽ വെച്ചിരിക്കാതെ പിതാവ് ഞാൻ നോക്കുമ്പോൾ ടെലിവിഷനിൽ നിറഞ്ഞ് വചന ശുശ്രൂഷ നടത്തുക എനിക്ക് ഭയങ്കര ആവേശമാണ്. കാരണം വാക്കുകളുടെ ക്ലാരിറ്റി, സംസാരിക്കുന്ന മെസ്സേജിൻ്റെ ടൈംലി ആക്ട്. ഇന്ന് പോലും ചാർലി കിർക്കിനെ കുറിച്ച് പറയുമ്പോൾ പിതാവ് പറഞ്ഞത് കൊച്ചുമക്കളൊക്കെ കേട്ടിട്ടുണ്ടോ? ചാർലി കിർക്ക് എത്ര ശക്തമായ നിലപാടോടുകൂടി നിന്ന് വേദിയിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്ന തൊട്ടു മുമ്പ് വരെ ജീസസ് ക്രൈസ്റ്റിനെ ധീരമായ രക്തസാക്ഷിത്വം കൈവരിച്ചുകൊണ്ടാണ് ആ വ്യക്തി കടന്നുപോയത്. ഇന്ന് എൻ്റയർ വേൾഡിൽ ചാർലി കിർക്കിനെ ഫോളോ ചെയ്യുന്നവർ വളരെ വിഷമിക്കുന്ന ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നുമൊക്കെ. ഞാനും ഒരുപാട് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നതാണ്. കാരണം നമ്മൾ ക്യാമ്പസുകളിൽ ചെല്ലുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും വിപ്ലവകരമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ പതറിപ്പോകുന്നവരെയാണ് ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇത് ഒട്ടും പതറാതെ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പോരാട്ടമാണ് ചാർലി കിർക്ക് നടത്തിയത്. ചാർലി കിർക്കിൻ്റെ ആത്മാവിന് ഈ വേദിയിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ ജോർജ് അച്ഛൻ സംസാരിച്ചപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ 100 മേനി വിളവെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചാണെന്നറിയില്ല. ഞാൻ ദാനിയേലച്ഛൻ്റെ ബൈബിൾ ഇൻ ഇയർ സമ്പൂർണ്ണ ബൈബിൾ വായനയുടെ 100ാം ദിവസത്തിലേക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് കടന്നത്. അപ്പോൾ അടുത്ത വർഷം ഞാൻ സെപ്റ്റംബർ ആകുമ്പോൾ എൻ്റെ ഒരു വർഷം പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ എനിക്കൊരു 100 മേനി തമ്പുരാൻ എനിക്കും കൂടെ തന്ന ഒരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു. ഒപ്പം ഇന്ന് ഇവിടെ ബൈബിൾ വായിച്ച് വചനം പഠിച്ച് മുന്നേറുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടുകൂടി, പ്രത്യേകിച്ച് യുവതലമുറയിലെ കുട്ടികളോട് എനിക്കൊരു സ്നേഹത്തോടൊരു കാര്യം പറയാനുള്ളത്. മക്കളെ, എനിക്ക് 15 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ എന്നോട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്നാൽ മതി. നമ്മൾ വചനം പഠിക്കുന്നത് വഴി നമ്മൾ ക്രിസ്തീയ സാക്ഷികളൊക്കെ ആകുമ്പോൾ നമ്മളിൽ നിന്ന് ഈ സമൂഹം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നോക്കുമ്പോൾ 5 കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന്, ഞാൻ 5 പോയിൻ്റായിട്ട് പറയാം, മക്കളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 1, ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി. നമുക്കെല്ലാവർക്കും മാമോദീസയിലൂടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു അസുലഭ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കൈമോശം വരാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിൻ്റെ ഒരു പവിത്രതയും പാരമ്പര്യവും അൽമായർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വലിയ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ സണ്ണിച്ചായൻ സ്വർണത്തേക്കാൾ മൂല്യമുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചപ്പോൾ സണ്ണിച്ചായൻ സ്വർണത്തിൻ്റെ, ഇപ്പോൾ ഇടിമണ്ണിക്കലിൻ്റെ പരസ്യങ്ങളിലൊന്നും സണ്ണിച്ചായന് വലിയ ഫോക്കസ് ഉണ്ടാവില്ല. ഈ ദിവസങ്ങളിൽ മുഴുവൻ ബൈബിൾ വായനയും 100 മേനിയുടെ വിജയവും അത് സീറോ മലബാർ സഭ മുഴുവൻ എത്തണമേ എന്നുള്ളൊരു ആഗ്രഹം ഞാനും പങ്കുവയ്ക്കുകയാണ്. അഭിവന്യ പിതാക്കന്മാർ ഇത് എല്ലാ രൂപതയിലും ഇത് ഏറ്റെടുത്ത് ചെയ്യണം. കാരണം ഒരു അൽമായൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഒരു ആദർശത്തിന് ഒരു കൂട്ടുകൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ എല്ലാ വർഷവും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള ആ ഒരു തീവ്രമായ ആഗ്രഹം, അതൊരിക്കലും പണയം വയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഇതുപോലുള്ള നേതാക്കന്മാർ തന്നെയാണ് കത്തോലിക്ക സഭയുടെ കരുത്ത്. ഒപ്പം തന്നെ അവരെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട, എനിക്ക് സ്നേഹമുള്ള, എന്നെ ചെറുപ്പത്തിൽ വേദപാഠം പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ എല്ലാ മതാധ്യാപകരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അഭിവന്യ പിതാവും അവരെക്കുറിച്ച് പറയുകയുണ്ടായി. സഭയുടെ അഭിമാനമാണ് മതാധ്യാപകർ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അവർക്ക് ഞായറാഴ്ചകളിൽ ഒരു ഫംഗ്ഷന് പോകാനുള്ള ടൈം കിട്ടില്ല.
അവരെ കുടുംബത്തിലെ മിക്കവാറും ചടങ്ങുകളിൽ നിന്ന് അവരകന്നാണ് നിൽക്കുന്നത്. ശമ്പളമില്ല, ചീത്തപ്പേര് ബാക്കി, കുട്ടികളുടെ കയ്യിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ബാക്കി. ഇതെല്ലാത്തിൻ്റെ ഇടയിൽ അവർ ശക്തമായി പോരാടിക്കൊണ്ടാണ് അവർ നിൽക്കുന്നത്. 2, നമുക്ക് ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമ്മൾ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഒരു സാക്രമെൻ്റൽ ഗ്രേസ്. നമുക്ക് സഭയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ കൂദാശകളിലും അടിയുറച്ച് വിശ്വസിക്കുകയും ആ കൂദാശക പരിക്രമങ്ങളിലെല്ലാം നമ്മൾ സാധ്യമായ രീതികളിലെല്ലാം പങ്കെടുത്ത് വിശുദ്ധ കുർബാന നിഷേധിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളുടെ അവസ്ഥ കാണുമ്പോഴാണ് നമ്മുടെ മുമ്പിൽ എന്നും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ മുമ്പിൽ സന്നിഹിതനാവുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. വിശുദ്ധ കുർബാനയുടെ ശക്തിയും തേജസ്സും സ്വീകരിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഒരു ദിവ്യ വെളിച്ചം കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട മദർ തെരേസയെ കാണുമ്പോഴാണ്. ആ കരങ്ങൾ ചുംബിക്കുമ്പോൾ ഇന്നും എൻ്റെ കൈകാലുകൾ വിറയ്ക്കും. ഞാൻ എറണാകുളത്ത് മഠത്തിൽ പോയി മദറിനെ കാണുന്ന സമയത്ത് എൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ഒരു ദിവ്യ വെളിച്ചം, ആ ദിവ്യ വെളിച്ചത്തെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പിൽക്കാലത്ത് മദറിനെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കത്തോലിക്ക സഭ ഒരു വ്യക്തിയെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുമ്പോൾ പാലിക്കുന്ന മാനദണ്ഡങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. എത്ര അർത്ഥവത്തായ ഒരു ജീവിതത്തിലൂടെയാണ് മദർ തെരേസ കടന്നുപോയത്. അമ്മ പറയാറുണ്ട്, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയാണ് എൻ്റെ ഊർജം, അവിടെ നിന്നാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യത്തു നിന്നും ഇന്ത്യയിൽ വന്ന് കാണയിലെല്ലാം കിടക്കുന്ന പാവപ്പെട്ട രോഗികളെ, കുഷ്ഠരോഗികളെ അവരെ വ്രണത്തോടുകൂടി എടുത്ത് മടിയിൽ വെച്ച് അവരെ ശുശ്രൂഷിച്ച് അവരിൽ നിന്നെല്ലാം ശരീരത്തിൽ നിന്ന് ഈ പുഴുക്കളെ എല്ലാം പുറത്തേക്ക് എടുത്ത് മരുന്ന് വെച്ച് ശുശ്രൂഷിക്കാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സഹജീവികളിൽ ക്രിസ്തുവിനെ കണ്ട ആ ഒരു വലിയ കരുത്താണത്. അവിടെ നിന്നാണ് അമ്മയുടെ ഊർജം. അപ്പോൾ ദിവ്യകാരുണ്യ ആരാധനയിൽ മക്കളെ നിങ്ങൾ സ്നേഹപൂർവ്വം പങ്കെടുക്കുക. ഒരു 5 മിനിറ്റ് വചനം പറയുന്ന പോലെ ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക. ക്വയറ്റായിട്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിൽ പോയിരുന്ന് ആ ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തി സ്വീകരിക്കുക. മൂന്നാമതായിട്ട് പറയുമ്പോൾ നമ്മൾ വി ഡിസ്കസ്ഡ് ബാപ്റ്റിസ്മൽ ഡിഗ്നിറ്റി, സാക്രമെൻ്റൽ ഗ്രേസ്. 3, ഡൊമസ്റ്റിക് പെന്തക്കോസ്റ്റ്. സഭയെ നോക്കി നിൽക്കുന്ന കുടുംബങ്ങളിലെല്ലാം സഭ തന്നെയാണ് രൂപം കൊള്ളേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകേണ്ടത്. മാതാപിതാക്കൾ ഒരുമിച്ച് എത്ര രാത്രിയാണെങ്കിലും അവരൊരുമിച്ച് ജപമാല പ്രാർത്ഥനയും ചൊല്ലി ബൈബിൾ വായനയിലൂടെ സന്ധ്യ കുരിശുവരെ ചൊല്ലി വീട്ടിൽ തന്നെ ഒരു പെന്തക്കോസ്റ്റ് അനുഭവം മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കത്തോലിക്ക സഭയ്ക്ക് അഭിമാനപൂർവ്വം ഉയർത്തി കാണിക്കാവുന്ന പാരമ്പര്യമുള്ള വൈദികരും കന്യാസ്ത്രീകളും രൂപം കൊള്ളുന്നത്. എനിക്ക് പരിചയമുള്ള അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയൊക്കെ വീട്ടിൽ പോയി ഞാൻ അവരുടെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ കാണാറുണ്ട്. അവരുടെയൊക്കെ അപ്പച്ചന്മാരെയും അമ്മച്ചിമാരുടെയൊക്കെ മുട്ടയിലൊക്കെ ഒരു കറുത്ത തഴമ്പ് കാണാം. മക്കൾക്ക് വേണ്ടി കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മകനും മകൾക്കും ദൈവവിളി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച ആ കത്തോലിക്ക കുടുംബങ്ങളിലെ മാതാപിതാക്കളുടെ, മരിച്ചുപോയിട്ടുള്ള വൃദ്ധരായ അനേകം മാതാപിതാക്കളുടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള ഇന്നും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുടെ അവരെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് മാർഗമാക്കേണ്ടതാണ്. ഇന്നിവിടെയുള്ള മുഴുവൻ മാതാപിതാക്കളും ശ്രദ്ധിക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ. ഈ അടുത്ത ദിവസം സെയിൻ്റായിട്ട് പ്രഖ്യാപിച്ച ആ സെയിൻറ്റിൻ്റെ കുടുംബത്തിൻ്റെ അവരുടെ മാതാപിതാക്കളും കുട്ടികളും എല്ലാം സഹോദരങ്ങളും എല്ലാം പിതാവിൻ്റെ നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ മുമ്പിൽ നിന്ന് ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു അമ്മയുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ കണ്ണീരിന്. അതുപോലുള്ള വലിയ ചരിത്രങ്ങൾ എഴുതാൻ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് സാധിക്കട്ടെ. വർഷങ്ങൾക്ക് ശേഷം, എനിക്കറിയില്ല, തോമസ് തറയിൽ പിതാവിൻ്റെ കാലഘട്ടത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഉണ്ടായിരുന്ന മുഴുവൻ വ്യക്തികളെയും വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തുന്ന ഒരു ദിവസം കൂടിപ്പോയോ? പക്ഷേ വിശുദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ അതിരൂപതയാകാൻ ചങ്ങനാശ്ശേരിക്കാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. കാരണം ഞാൻ എങ്ങനെയാണ് നമ്മൾ വിശുദ്ധി കൈവരിക്കുന്നതെന്ന് നോക്കിയപ്പോൾ ജോഷുവ 3:5 കണ്ടു,
എനിക്ക് ഈ അത്ഭുതങ്ങൾ നടക്കുന്ന ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ മാജിക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജോഷുവ 3:5 പറയുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം സംഭവിക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു എങ്ങനെ വിശുദ്ധീകരിക്കുക. അപ്പോൾ എൻ്റെ ചാച്ചൻ്റെ പെങ്ങള് കന്യാശ്രീയ തിരുവനന്തപുരത്ത് മലങ്കര സഭയിലാണ്. സിസ്റ്റർ ആൻറ്റി എന്നോട് പറഞ്ഞു, മോനെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നീ വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ പിന്നെ നമ്മുടെ ആഗ്രഹം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വരിക? വർഷങ്ങൾക്ക് ശേഷം ബൈബിള് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കാനായിലെ കല്യാണം വരുന്നൊരു സമയത്ത് എൻ്റെ തമ്പുരാൻ തന്നെ എനിക്ക് അതിൻ്റെ ബോധ്യം തന്നു. നിന്റെ ഹൃദയത്തിൽ നീ വക്കോളം വചനം നിറയ്ക്കുമ്പോൾ ആ വചനം വീഞ്ഞാക്കി മാറ്റാൻ, വചനം ജീവജലം, യഹൂദരുടെ ശുശ്രൂഷകളനുസരിച്ചുണ്ടായിരുന്ന കൽഭരണികളിൽ വക്കോളം ജീവജലം നിറച്ചപ്പോൾ ആ ജീവജലം വീഞ്ഞായി മാറിയ ഒരു അത്ഭുതം. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ നീ വക്കോളം വചനം നിറയ്ക്കുമ്പോൾ നിന്നിൽ നിറഞ്ഞ വചനം നിന്റെ ശരീരമാകുന്ന ആ കല്യാണ വീട്ടിൽ പരിശുദ്ധാത്മാവായി രൂപം കൊള്ളും എന്നുള്ളൊരു വലിയ സത്യം അന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മാത്രമേ നമുക്ക് നിത്യ മണവാളനായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കലവറക്കാരനായ നമ്മുടെ ആത്മാവ് അറിയും നമുക്കിത് എങ്ങനെ സംഭവിച്ചു എന്ന്. പക്ഷെ നമ്മളറിയില്ല. ഇത് തന്നെയാണ് കാനായിലെ കല്യാണ വിരുന്നിലൂടെ മനോഹരമായി പങ്കുവച്ചിരിക്കുന്നത്. ഇന്ന് ഈ 10,000 പേര് വരുന്ന നിങ്ങളെല്ലാം വചനത്തിൽ ആഴപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മാജിക്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ വചനം നിറയ്ക്കുന്നത് വഴി ആവർത്തിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾക്ക് വചനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വരാൻ സാധിക്കുമ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ 4ാമത്തെ നമ്മുടെ മിഷനിലേക്ക് കിടക്കും, ഇവാഞ്ചലിക്കൽ ഡിസേൺമെൻറ്റ്. ഞാനിന്ന് എൻ്റെ ജോലി ഉപേക്ഷിച്ച്, എൻ്റെ വർക്ക് ഉപേക്ഷിച്ച് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ അറിഞ്ഞ സത്യം, ഞാൻ കേട്ട മൂല്യം, എനിക്ക് മുൻപേ ഉള്ളവരിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയ ആ അറിവ് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക. സന്നിജയൻ പറഞ്ഞ പോലെ ലോകമെങ്ങും സുവിശേഷം പറയുവാൻ പ്രാപ്തരാകുന്ന ഒരു തലമുറ ഇവിടെ ഉണർന്നെഴുന്നേൽക്കട്ടെ. നമ്മൾ 5ാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ കാര്യം സിനഡാലിറ്റി, കൾച്ചർ ഓഫ് സിനഡാലിറ്റി. ഞാൻ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. നമ്മളൊരു കൂട്ടായ്മയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ഒരു പൊതു നേതാവുണ്ട്. നമ്മുടെ നേതാക്കന്മാരെ, നമ്മുടെ ഗുരുക്കന്മാരെ അനുസരിക്കുക. അധികാരം ദൈവത്തിൽ നിന്ന് നൽകിയിരിക്കുന്നു. ആ അധികാരത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥരാണ്. സഭയുടെ സിനഡാലിറ്റി, സഭയുടെ ഐക്യത്തോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സഭയാകുന്ന ഈ വൃക്ഷം കരുത്തുണ്ടാവുന്നത്. തെറ്റുകൾ സംഭവിച്ചേക്കാം. തെറ്റുകൾക്കെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആവർത്തിച്ച് സഭയെയും പിതാക്കന്മാരെയും വൈദികരെയും കന്യാസ്ത്രീമാരെയും കുറ്റം പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ വൈകുന്നേരത്തെ നമ്മുടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൈവിരിച്ചു പിടിച്ച് നമ്മുടെ ഇടവക വികാരിച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം, കൊച്ചച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ കന്യാസ്ത്രീമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അതിരൂപതയിലെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾ, എല്ലാ ഹോസ്പിറ്റലുകൾ, അനാഥാലയങ്ങൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ആ ജോലി ചെയ്യുന്ന ആ വൈദികരുടെയും കന്യാസ്ത്രീമാരുടെയും അൽമായ ശുശ്രൂഷകരുടെ എല്ലാം കരങ്ങൾക്ക് ശക്തി കൊടുക്കുക. മാറി നിന്ന് ഗോസിപ്പ് പറയാൻ ആർക്കും പറ്റും. പക്ഷെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് സഭയ്ക്ക് വേണ്ടി പോരാടുന്നവരുടെ കരങ്ങൾക്ക് കരുത്തു പകരാനാണ് ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യം പൂർത്തിയാക്കുന്നിടത്താണ് മനോഹരമായ ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. അങ്ങനെയാണ് ക്രിസ്ത്യാനിയെ കാണുന്നവൻ സഹോദരനെ സ്നേഹിക്കുന്ന, സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സമൂഹം നമ്മുടെ മുന്നിൽ കാണത്തുള്ളൂ. നമ്മൾ മാതൃകയായിരിക്കണം. മക്കളെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഒരു ദിവസം നിങ്ങളുടെ ആബ്സെൻസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേദന ഉളവാക്കണം. അവനിന്ന് വന്നിട്ടില്ലെങ്കിൽ, അവളിന്ന് വന്നിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിക്കണം. അത്രയും ഡിവിനിറ്റിയോടുകൂടി വേണം നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ ആയിരിക്കുവാൻ. അതിനുള്ള ശക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അതിനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപതയെ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ്, എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുണ്ട് ഇവിടെ, ബിഷപ്പ് ഹൗസിൻ്റെ അടുത്ത സൈഡ് തന്നെ അറയ്ക്കൽ കുടുംബം, പിന്നെ എൻ്റെ അമ്മച്ചിയുടെ ചേച്ചിയുണ്ട് ഇവിടെ ചങ്ങനാശ്ശേരി പണിക്കശ്ശേരിയിൽ കുടുംബം. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾ ചങ്ങനാശ്ശേരിയിലുണ്ട്. ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ഇവിടെ
മനക്കിക്കര കടവ് ജംഗ്ഷനിലും ഒക്കെ ഇവിടെയൊക്കെ ഓടിച്ചാടി നടന്നിട്ടുള്ളതാണ്. ഇവിടെയുള്ള എല്ലാ കസിൻസിനെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കും, ചങ്ങനാശ്ശേരിക്കാർക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാര രീതിയിലും ഒക്കെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ ചങ്ങനാശ്ശേരിയിലെ ആൻറ്റിയിലെ മക്കളാണ് ഏറ്റവും സജീവമായിട്ടുള്ളത്. അത് തന്നെ വലിയൊരു തറവാടാണ്. അപ്പോൾ ഞങ്ങളൊരു 150ഓളം വരും ഞങ്ങളുടെ കുടുംബത്തിലെ കസിൻസും അതിൻ്റെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ടുള്ള. ഈ 150 പേരും ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടും. അതും നിങ്ങളിൽ പലരും ചെയ്യുന്ന കാര്യമായിരിക്കണം. പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഈ മക്കൾ 10 പേരുടെ 2 പേര് മരിച്ചുപോയി, അല്ലെങ്കിൽ 8 പേരുടെ ആരുടെയെങ്കിലും കുടുംബങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി സമ്പൂർണ്ണ ബൈബിൾ പാരായണം എന്ന ലക്ഷ്യത്തോടു കൂടി അഖണ്ഡ ബൈബിൾ പാരായണവും അഖണ്ഡ ജപമാലയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ മുടക്കിയിട്ടില്ല. നിങ്ങളും അത് ഏറ്റെടുത്ത് ചെയ്യുക. അതുകൂടാതെ മാസം തോറും മാതാവിൻ്റെ മാസാദ്യ ശനിയാഴ്ചകളിലും മാതാവിൻ്റെ തിരുനാൾ ദിവസങ്ങളിലും ഒരുമിച്ചിരുന്ന് കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. വർഷത്തിൽ ഒരു ദിവസം നവംബർ മാസം മരിച്ചു പോയിട്ടുള്ള എല്ലാ പൂർവികർക്കും വേണ്ടി കുർബാന അർപ്പിക്കുക. സെമിത്തേരിയിൽ ഒരുമിച്ച് കൂടുക, ചെറിയൊരു ചായയോടുകൂടി പിരിയുക. ഇതൊക്കെ മനോഹരമായ പാരമ്പര്യങ്ങളാണ്. എൻ്റെ വലിയമ്മച്ചിയിൽ നിന്നാണ് എനിക്ക് ജപമാല കിട്ടിയിട്ടുള്ളത്. രാവിലെ വലിയമ്മച്ചിയോടൊപ്പം കുർബാനയ്ക്ക് പോയാൽ പള്ളി കഴിഞ്ഞ് പോകുമ്പോഴും അമ്മച്ചി പള്ളിയിൽ തന്നെ ഇരിക്കും. അമ്മച്ചിയുടെ ഒരു ഗ്യാങ് ഉണ്ട്. അങ്ങനെ ഒരു 4-5 പേര് അവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്. അപ്പം ഞങ്ങൾ പറയും, വലിയമ്മച്ചിയെ വെയിൽ മുക്കുന്നതിന് മുമ്പെങ്കിലും വീട്ടിൽ വരാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങളെ വലിയമ്മച്ചീനെ പള്ളിയിൽ ഇട്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ വെയിൽ മൂത്ത് നേരെ സെമിത്തേരിയിൽ പോയിട്ട് ഇച്ചായൻ്റെ കല്ലറയിലും പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന ഒരു വലിയമ്മച്ചിയെ കണ്ടാണ് ഞാൻ വളർന്നത്. ഞാൻ വലിയമ്മച്ചിയുടെ കൂടെ നിന്നാണ് വളർന്നത്. നിങ്ങൾ പേരൻസിനോട് ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ സമയം 2 മിനിറ്റ് കൂടെ ഉള്ളൂ. എൻ്റെ മാതാപിതാക്കളായ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ, അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒപ്പം ഈ കുഞ്ഞുങ്ങൾ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം വെക്കേഷൻ സ്പെൻഡ് ചെയ്യണം. സാധിക്കുമെങ്കിൽ അവരുടെ വീടിനടുത്തുള്ള ഒരു സ്കൂളിൽ ചേർക്കണം. അത് ഒരു ദൈവികമായ അനുഭവമാണ്. ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പം, വല്യമ്മച്ചിയുടെ ഒപ്പം, വല്യച്ചായൻ്റെ ഒക്കെ ഒപ്പം വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്രൈസ്തവ ബോധം മാതാപിതാക്കളുടെ ഒപ്പം വളരുന്ന കുഞ്ഞുങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ കൂടി നൂറുമേനിയുടെ എല്ലാ പ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടെ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ചങ്ങനാശ്ശേരിയിൽ നിങ്ങൾ തിരികൊളുത്തിയത് കത്തോലിക്ക സഭ മുഴുവൻ പടരട്ടെ. അതിൻ്റെ തുടക്കമെന്ന നിലയിൽ സീറോ മലബാർ സഭയുടെ എല്ലാ രൂപതയും ഈ അനുകരണീയമായ ഈ വലിയൊരു നേട്ടം മുന്നോട്ട് കൊണ്ടുപോട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു വലിയ ലക്ഷ്യം നിങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. എൻ്റെ ബൈബിൾ പദ്ധതി വളരെ ഇഷ്ടമുള്ള പദ്ധതിയാണ്. എൻ്റെ അടുത്ത് സണിജാൻ അതിനെപ്പറ്റി പറഞ്ഞു, ജോർജ് അച്ഛനും അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുത്ത പ്രാവശ്യമെങ്കിലും അതിൽ നോട്ട്സ് എഴുതി വെക്കാനുള്ള ഒരു സ്പേസും കൂടെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണൽ ബൈബിളിന് ഒരു സ്റ്റഡി മെറ്റീരിയൽ ആയിട്ട് കൂടി നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ കുടുംബങ്ങളിലും വ്യക്തിപരമായ ബൈബിൾ നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗമാണ് ഈ ബൈബിള് മറ്റുള്ളവരിലേക്ക്, നമ്മുടെ സഹോദരങ്ങളായ കത്തോലിക്കർക്ക് തന്നെ സ്വന്തമായ ഒരു ബൈബിൾ ഉണ്ടാകണമെന്ന ചിന്ത ഇഗ്നൈറ്റ് ചെയ്യണം. അവസാനമായി നൂറുമേനിയുടെ ബ്രാൻഡ് അംബാസിഡർമാരായ ഈ 5000 വിന്നേഴ്സിന് ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും മിഖായേൽ മാലാഖയുടെയും സകല മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.